നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം അശോകന്റെ പാട്ടും അതുപോലെ തന്നെ ഓരോ കഥകളും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളും ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അശോകനെ വിട്ടിട്ടില്ല, തുടരുന്നു അശോകനോടൊപ്പം. സോ ഇതാ 4ാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. താങ്ക് യു സർ. അപ്പുകുട്ടന്റെ നമ്പർ 13 അല്ലേ എന്നാണ് അവൻ പറഞ്ഞത് അല്ലേ? അതെ, എന്റെ നമ്പർ 50. മഹാദേവ, എന്റെ മൊത്തം അതന്നെ. എന്റെ 24. ഓക്കെ പ്രസി. ചോദ്യം: മഹാദേവന്റെ രഹസ്യ കോഡ് നമ്പർ എത്രയെന്നാണ് പറയുന്നത്? എ 69, ബി 79, സി 89. മുകേഷിന്റെ 69, 79, 89. ഇതൊക്കെ ആലോചിച്ചെടുക്കാൻ വലിയ പാടാണ്. 69 എന്റെ വിശ്വാസം. 69. എ 69 ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ഓക്കെ. അശോകന്റെ അമ്മയായിട്ടുള്ളൊരു ട്രെയിൻ യാത്ര വല്ലാത്തൊരു അനുഭവമായി എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ആ കഥ. ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഇപ്പം മരിച്ചുപോയി. അമ്മയ്ക്ക് അൽഷിമേഴ്സ് ഉണ്ടായിരുന്നു. അവസാനം അൽഷിമേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ വരുന്ന വഴി മദ്രാസ്മയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സ്ഥിരം കഴിക്കുന്ന കുറേ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചു. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് മരുന്നും കൊടുത്തിട്ട് അത് ഉറങ്ങാനുള്ളതാണ് സംഭവം. അവർക്ക് ഈ കാരണം ഉറക്കത്തിൽ എഴുതി നടക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും. അങ്ങനെ ആ മരുന്നും കഴിച്ചിട്ട് ബെഡിൽ കിടന്നു. ബെഡെന്ന് പറഞ്ഞാൽ താഴെ, ഞാൻ മുകളിലും. അപ്പം കുറെ കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എണീറ്റിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ നോക്കി കുറേ കഴിയുമ്പോൾ ഉറക്കമല്ലാതായി. ഞാനങ്ങ് ഉറങ്ങി. പിന്നെ ഞാൻ ഉണരുന്നത് ട്രെയിൻ എവിടെ നിർത്തിയിരിക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്ത്, ചെന്നൈയിൽ നിന്ന് വരുന്ന വഴി എവിടെ, തമിഴ്നാട്ടിൻ്റെ ഏതൊരു ഭാഗത്താണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടി താഴേക്ക് നോക്കിയപ്പോൾ ആളില്ല, ഇല്ല. അപ്പം ഞാൻ നടക്കാമല്ലോ മുഴുവൻ ട്രെയിനിൽ അവിടെയൊക്കെ കുറേ നടന്ന് പോയി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഈ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു. അവർ അമേരിക്കയിലുള്ളവരാണ്, മലയാളീസ്. അപ്പോൾ അവർ ഞാൻ കണ്ട് പരിചയപ്പെട്ടു. സിനിമയുടെ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അവർ US ലാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ അമ്മ അതെല്ലാം അറിയാം. അവർ ആ 2 പേര് 2 സ്ത്രീകളാണ്. എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് തോന്നുന്നു. കുറേ കോച്ചെല്ലാം കഴിഞ്ഞിട്ട് ദൂരെ നിന്ന് അമ്മയുടെ കൈ വിളിച്ചുകൊണ്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൈവാധീനമാണ്. ഈ ഡോറൊക്കെ നമ്മൾ ഈ തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഈ വെളിയൊക്കെ ഡോറ് തുറന്നടയ്ക്കുക. പല സ്ഥലങ്ങളിൽ അടിച്ചോണ്ട് കിടക്കുകയാണ്. റൂം ആന്ന് വിചാരിച്ചല്ലോ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി പോകാമല്ലോ. പണ്ട് ജോൺസേട്ടന് പറ്റി അങ്ങനെ. അങ്ങനെ ഈ ട്രെയിനിന്റെ അടിയിലൊക്കെ പോയി സംഭവം എന്ത് ചെയ്യുമ്പോൾ ആലോചിക്കുക. അല്ലെ എവിടെയൊക്കെ ഇറങ്ങി പോയാലെന്ത് ചെയ്യും? ട്രെയിൻ അങ്ങ് വിട്ടും പോകും. അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് അങ്ങനെ ഒരു വലിയ ഭീകരമായ ഒരു സംഭവം. അത് ഒരു എട്ടിപ്പോയി. ഈശ്വരൻ രക്ഷിച്ചു. ആ സ്ത്രീകളെ വീണ്ടും കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടേ ഇല്ല. അല്ല മാത്രം, പക്ഷേ അവരുടെ ഒരു റിലേറ്റീവ് എന്നെ അതിനുശേഷം എന്നെ വിളിച്ചിരുന്നു. ഈ സംഭവം പറഞ്ഞിട്ട് എന്നെ കുറച്ച് ആളും എന്നെ വിളിച്ചു. ഞാൻ അന്ന് ഇങ്ങനെ ഉണ്ടായ സംഭവം അത് എനിക്ക് എങ്ങനെ അവരുടെ റിലേഷൻ അറിയില്ല, ഏറ്റവും അടുത്ത റിലേറ്റീവ് പറ്റുമാണ്. വിളിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടോട്. അപ്പോൾ അവരിങ്ങനെ അവരുടെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് US തന്നെയാണ് അവര്. അപ്പോൾ എന്തായാലും പറയാം നേടാം എന്ന് പറഞ്ഞ ഈ ഷോ US ആ വ്യക്തികൾ കാണുകയാണെങ്കിൽ അവർക്കൊരു വലിയ നമസ്കാരം പറയുന്നു. കാരണം വേറൊന്നുമല്ല, ചില മുഹൂർത്തങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങൾ മരിക്കുന്നവരെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യാൻ നമ്മുടെ സമൂഹം ഒരുങ്ങണം. ഒരു സന്ദേശം കൂടാണ്. തീർച്ചയായിട്ടും. അശോകൻ പാർവതി ഒരു കാലത്ത് ഒരു ഭാഗ്യ ജോഡികളായിരുന്നു. സമ്മതിക്കാമോ? സമ്മതിക്കാം. എത്ര ചിത്രങ്ങൾ ചെയ്തു? ഒരുപാട് ചിത്രം ചെയ്തിട്ടില്ല. ഒരു 3-4 സിനിമ മാക്സിമം ഉണ്ടാവും. അത് ജാലകമാണ് പ്രധാനം, ആദ്യത്തെ പടം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പിന്നെ ഏതോ 2-3 സിനിമയുടെ അഭിനയിച്ചു. എന്താ ആമിന ടൈലേഴ്സ്, അങ്ങനെ 2-3 സിനിമയുടെ അഭിനയം അത്രയേ ഉള്ളൂ.
ഈ പടമെല്ലാം ജാലകം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയൊന്നും അല്ലെങ്കിലും പടം നന്നായി കളക്ട് ചെയ്തു. പാട്ട് വളരെ ഹിറ്റായി. ഒരു ദളം മാത്രം. അതെ. രാഷൻ ചേട്ടനാണല്ലോ. ഒരു ദളം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ആഹാ, എന്തൊരു പാട്ടാ. സത്യമാട്ടോ. ഭയങ്കര കമ്പോസിങ്ങും ജാലകം. എഴുത്തും എല്ലാം. അല്ല, അങ്ങനെ താരജോഡികൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ വിടർന്ന കണ്ണുകളുള്ള രണ്ട് താരജോഡികൾ, അവര് തമ്മിൽ പ്രണയമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ചിലരൊക്കെ അങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ പക്ഷെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ജയറാമിനായിരുന്നു. സോ A69 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു ഇത് നോ. അതെ, അതെ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ KG ജോർജ് യവനികയിൽ അശോകൻ ഉണ്ടായിരുന്നല്ലോ. അതെ. എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് എത്തിപ്പെട്ടത്? അത് KG ജോർജ് സാറിന്റെ ഈ യവനിക എന്ന് പറഞ്ഞ സിനിമയിൽ വാസ്തവത്തിൽ എന്നെ ആ ക്യാരക്ടറിനെ സജസ്റ്റ് ചെയ്യുന്നത് പത്മരാജ് ചേട്ടനാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ഇത് ആര് ചെയ്യും എന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടായി. അത് ഞാൻ പിന്നീട് പപ്പേട്ടൻ പറഞ്ഞു. അപ്പോൾ ആരൊക്കെയോ പിന്നെ പലരെയൊക്കെ അവരുടെ മനസ്സിൽ ആരൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് അശോകൻ ഈ ക്യാരക്ടർ കറക്റ്റാണ് എന്ന് ജോർജ് സാറിനോട് പപ്പേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ അറിഞ്ഞു. അങ്ങനെയാണ് എന്നെ അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അത് എന്താണ് പറയുന്നത്, എക്കാലത്തെ ഒരു ക്ലാസിക് സിനിമ തന്നെയാണത്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണത് യവനിക. എല്ലാം അത് അതിനകത്ത് ഗോപിച്ചേട്ടനല്ലേ? ഗോപിച്ചേട്ടനാണ്. അതെ. ഒരുപാട് നേരമുണ്ട്. ഈ പിന്നെ മമ്മൂക്കയുടെ വളരെ വ്യത്യസ്തമായൊരു പ്രധാനപ്പെട്ട റോള്, ഗോപിച്ചേട്ടൻ്റെ സെൻട്രൽ ക്യാരക്ടർ, പിന്നെ നെടുമുടി വേണുചേട്ടൻ, ജഗതി ചേട്ടൻ, വേണുനായക ചേട്ടൻ, എൻ്റെ ശ്രീനി ചേട്ടൻ, ഇത്ര പേരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനകത്ത് ഭരതമുനി ഒരു കളം വരച്ചു അല്ലേ? അതിനകത്തെ പാട്ട്. പിന്നെ ഓർമ്മയുണ്ടോ ആ പാട്ട്? ചെറിയ ഓർമ്മയുണ്ട്. ആദ്യം അതിൻ്റെ തത്തേ ഇത്രയും സംഗതി പാടണമെന്നുണ്ടെങ്കിലേ ഇന്ന് ഈ മലയാള സിനിമയിൽ ഒരു നടനും ഇല്ല. അത്രേ ഉള്ളൂ. അല്ല, ഒരു നടൻ എന്നുള്ള ഫാക്ടറിലാണ് ഞാൻ പറയുന്നത്. സോ അഞ്ചാമത്തെ ചോദ്യം. ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് ടു ഹരിഹർനഗറിന്റെ കഥ ആരംഭിക്കുന്നത്. ഏത് വർഷമാണ് ടൈറ്റിലിൽ കാണിക്കുന്നത്? A 1979, B 1980, C 1981. എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണല്ലേ ഓരോ വർഷത്തെ ഗ്യാപ്പില്. അതെ. അറിയാം, ഹരിഹർ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അഭിനയിച്ചവർക്കും ഓഡിയൻസിനും പാടി. അതെ. അപ്പോൾ ഇതിനകത്തെ ഓരോ
ഷോട്ട് ബൈ ഷോട്ട് എല്ലാവർക്കും വാസ്തവത്തിൽ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് 80 തോന്നുന്നു, 1980. ഓപ്ഷൻ ബി 1980 ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു അവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഇതിനകത്തൊക്കെ എനിക്ക് വലിയ ഭാഗ്യമാണ്. കാരണം ഈ സിദ്ദിഖ് ലാലിൻ്റെ എല്ലാ പടങ്ങളിലും ഞാൻ പാടി. അത് എങ്ങനെ എനിക്ക് പാട്ട് കിട്ടിയെന്നോ എങ്ങനെ അവരെങ്ങനെ എന്നെ വിളിച്ചെന്നോ എനിക്കറിഞ്ഞൂടാ. ഇപ്പം അശോകന് കിട്ടിയ പോലെ തന്നെ ഒരു ഭാഗ്യം എനിക്ക് തീർച്ചയായിട്ടും ഒരു സൈഡിലുണ്ടായി. തീർച്ചയായിട്ടും ഭാഗ്യം തന്നെ. അപ്പം അശോകൻ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്, എവിടുന്നാണ്, എങ്ങനെയാണ് സംഭവിച്ചത്? 93 1993. അപ്പൊ എന്തായാലും അശോകൻ ഒരുപാട് പേര് കാരണം പാടും, പിന്നെ അഭിനയം, നല്ല അഭിനയം, ഇത്രയും ഈ പടങ്ങളൊക്കെ ഉള്ള, അപ്പോൾ ഒരു പ്രേമ അഭ്യർത്ഥനകൾ വന്നു കാണുമല്ലോ. അതിനെല്ലാം നിരസിച്ചുകൊണ്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജിലോട്ട് പോയത്. ഈ കള്ളം പറയുമ്പോ അശോകന് വേറൊരു ചിരിയാ. അല്ല, അപ്പൊ അറേഞ്ച്ഡ് മാരേജ് വേണ്ടായിരുന്നാണ് പറയുന്നത്. അത് നന്നായി, എന്തായാലും കാര്യം കഴിഞ്ഞല്ലോ. പക്ഷെ എത്ര പെണ്ണുങ്ങളുടെ കണ്ണീര് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത്. ഒരു കുപ്പിക്കകത്തോട്ട് വെച്ചിരിക്കുക. എനിക്ക് സ്ഥിരമായിട്ടൊരു കത്ത് വരുമായിരുന്നു, ഒരു 90s എനിക്ക് അശോകനെ എനിക്ക് കല്യാണം കഴിക്കണം പറഞ്ഞോട് സ്ഥിരമായിട്ട്. ഇനി വല്ലവരും കളിപ്പിച്ചാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ മുകേഷോ വല്ലോ ആയിരിക്കും. മുകേഷോ ജഗദീഷോ രണ്ട് കണക്കാണ്. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ ആത്മഹത്യയും എന്നൊക്കെ കായൽ ചാടും എന്നൊക്കെ പറഞ്ഞോണ്ട് സ്ഥിരമായിട്ട്. അതെ. അപ്പൊ കുട്ടികൾ? മോള് അവള് ജോലിയാണ്. വിവാഹം ആയില്ല? ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ആയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കാര്യം അനൗൺസ് ചെയ്യാം. പിന്നെന്താ, നമ്മുടെ അശോകൻ, നമ്മുടെ സ്വന്തം അശോകന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മുമ്പോട്ട് വരാം. എന്താ പറയുന്നു? എനിക്ക് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ധൈര്യമായി മുന്നോട്ട് വരിക, ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക. കാരണം ജോലിയൊക്കെ ഉണ്ട്, നല്ലൊരു കുട്ടിയാണ്, മദ്രാസിലാണ്. അപ്പൊ അത് ഉടനെ നടക്കട്ടെ. കാരണം ഞാനല്ലേ അതിന്റെ ഇടയിൽ ഇന്റർമീഡിയറി ഇപ്പോഴേ. സോ ബി 1980 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്. സമാരി ഗിരിഗിരി. ആദ്യത്തെ ചോദ്യം, അപ്പുക്കുട്ടൻ ഫാമിലിയുമായി സെറ്റിലായിരിക്കുന്നത് ഏത് നഗരത്തിലാണ്? എ മുംബൈ, ബി ബാംഗ്ലൂർ, സി ചെന്നൈ. മുംബൈ ആണ്. എ മുംബൈ. ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ കിടക്കട്ടെ. ഈ മിമിക്രിക്കാരൊക്കെ അശോകനെ ഒരുപാട് അനുകരിക്കുന്നു, കൊല്ലാറുണ്ട്. ദേഷ്യമാണോ അതോ സഹതാപമാണോ? സന്തോഷവും സഹതാപവും ദേഷ്യവും ഉണ്ട്. രണ്ടുമുണ്ട്, മൂന്നും. കാരണം നമ്മളെ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ അത് സ്വല്പം ഒരു എക്സാലേഷൻസ് വേണമല്ലോ, നല്ല മിമിക്രി ആവുള്ളൂ. ഇങ്ങനെയൊക്കെ നോക്കിയ കാര്യങ്ങൾ ചിലർ വളരെ വളരെ കുഴപ്പമായിട്ട് കാണിക്കുമ്പോൾ അത് ഈ ഓഡിയൻസിന്റെ ഒരു പക്ഷേ അവരുടെ കയ്യടി കിട്ടാനോ പ്രീതി കിട്ടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. ഈ സാമാന്യം നന്നായിട്ട് കാണിക്കുന്ന പലരും ഉണ്ട്, അവരോട് എനിക്കിഷ്ടമാണ്. ഈ ചിലത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടാം, അത് നമുക്ക് വല്ലാതെ തോന്നുന്നത്. എന്തെങ്കിലും കേട്ടി ഒരാളെ കാണിച്ച് അവഹേളിച്ച് കൈയടി വായിക്കാൻ, അത് ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള മരിച്ചുപോയ നടിയടന്മാരെയൊക്കെ വളരെ ആക്ഷേപിച്ച് നമുക്കല്ലേ പറയാം. അതൊരിക്കലും പാടില്ല. കാരണം ഒന്നുമില്ല, അവരുടെ ചില ബന്ധുക്കൾ ഇത് കേട്ടോണ്ടിരിക്കാന്നുള്ള ധാരണ വേണ്ട. ഓപ്ഷൻ എ മുംബൈ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. ഇതൊരു കൊച്ചു പടക്കമാണ്. ഈ റിമോട്ടിൽ വിരലമർത്തിയാൽ 30 സെക്കൻഡുകൾക്കുള്ളിൽ പൊട്ടിച്ചാമ്പലാക്കുന്ന ഒരു കൊച്ചു പടക്കം. ഇവളെ അറിയില്ലേ? എന്റെ പെറ്റായവള് ഇസൂൽ. ഇവളെ എന്നൊക്കെ കടുപ്പക്കാരിയാ. പിടിച്ചാ പിന്നെ പിടി വിടില്ല. ഇവള് ചാകുന്നത് എനിക്കും സങ്കടാണ്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. നിങ്ങള് മിടുക്കൊന്നും കാണിക്കാതെ അതെന്നെ ഏൽപ്പിക്കുക. ഇതാരാണ് ശരിക്കും?
അത് ഒരു ഹിന്ദി നടനാണ്. അയാളെ എനിക്ക് കൂടുതൽ പരിചയമില്ല, പക്ഷേ അവിടുത്തെ ഒരു എനിക്കൊന്ന് ടെലിവിഷൻ ആക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ വളരെ നന്നായിട്ടുണ്ട്. ചോദ്യം, ഇവൾ എന്ന് പറഞ്ഞ് ഫ്രെഡി സംബോധന ചെയ്യുന്ന ഉടുമ്പിന്റെ പേരെന്താണ്? എ ലൂസി, ബി ലിസി, സി മിസ്സി. അല്ലാതെ ഇട്ട് കുഴപ്പിക്കുകയാണ്. ലൂസി ആണെന്ന് തോന്നുന്നു. ലൂസി. ലൂസി ചുമ്മാ പൂട്ടാം, എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന സിനിമ അതിൽ അഭിനയിച്ചല്ലോ. അദ്ദേഹം നേരിട്ട് വിളിച്ചോ അതോ? അദ്ദേഹം നേരിട്ട് വിളിച്ചു. എന്താണ് ഒരു അനുഭവം? വിളിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷം, വളരെ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എല്ലാം പറഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു കാര്യം പുള്ളി പറഞ്ഞു, തൻ്റെ ഈ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു. നമ്മൾ കഷ്ടപ്പെട്ട് തടിച്ചു വരുന്ന സമയം, എന്തെല്ലാം പാടുപെട്ട് തടിച്ച് വെള്ള വലിച്ചു വാരി തിന്നാലൊക്കെ തടിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ എങ്ങനെയൊക്കെയോ തടിച്ചു വരുന്ന സമയം പറയാ ഈ തടി പറ്റത്തില്ല, അത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അവിടെ തകർന്നു പോയി. അപ്പം പുള്ളി തന്നെ ഒരു ഡയറ്റൊക്കെ എഴുതണം. ഈ വറുത്തത് പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ല, ദോശ ഇഡ്ഡലി ഈ സാധനങ്ങളൊന്നും കഴിക്കരുത്, പിന്നെ ചപ്പാത്തി, പിന്നെ മണ്ണ് കരുതുന്നുണ്ട്. ചപ്പാത്തി, വെജിറ്റബിൾ കറി. എനിക്ക് തോന്നുന്നു ആ പ്രൊഡക്ഷനിൽ ലാഭിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി എനിക്കിപ്പോ തോന്നുന്നുണ്ടത്. അപ്പൊ ഈ സമയത്ത് പ്രണാമം എന്നൊരു സിനിമ ഷൂട്ട് കിടക്കുക. അപ്പൊ ഞാനിങ്ങനെ അത് കഴിഞ്ഞ് പോകുന്ന സിനിമ ഇതായത് കാരണം ആ ഇന്ന പടത്തിന് പോകുന്നുള്ള അവർക്കറിയാം. അപ്പൊ ഈ ഭരതേട്ടനും ക്യാമറമാൻ വേണു ഒക്കെ ഭയങ്കര ചിരികളാണ്. അപ്പൊ യമനെ മിക്കവാറും ഗോപാലകൃഷ്ണന്റെ പരിവാക്കുമെന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ നല്ല ഒന്നാന്തര ചാപ്പാട് കഴിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് മാറി ഉണക്ക ചപ്പാത്തി വീട്ടിൽ കറി വാങ്ങിച്ചു കഴിക്കുക. ഇതെല്ലാം കഴിഞ്ഞൊരു 9 കിലോ കുറഞ്ഞു വന്ന്. ഞാൻ കഷ്ടപ്പെട്ട ഒരുമാതിരി തടി ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അവിടെ ചെന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് നോക്കിയിട്ട് തടി ഉദ്യോഗം കുറഞ്ഞിട്ടില്ലല്ലോ പുള്ളി. ഇത് പോരാ, ഞാൻ തകർത്ത് പോയി കേട്ടിട്ട്. ചുമ്മാ പറഞ്ഞ നമ്മളെ കളിപ്പിക്കാൻ പറഞ്ഞ. പിന്നെ ഒരു 4-5 ദിവസം കൂടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇനി വേണമെങ്കിൽ കുറച്ച് ഇത്രയും ചോറൊക്കെ വേണമെങ്കിൽ കഴിച്ചോളൂ പറഞ്ഞു. അല്ല, ഇത് ആദ്യം എടുക്കുന്ന സിനിമയുടെ പോർഷൻ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അത് വളരെ ക്ഷീണിച്ച് അതാദ്യം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈസ് ഗ്രേറ്റ്. പക്ഷേ ഇപ്പം എന്തോ ചില വിവാദത്തിലൊക്കെ ചെന്ന് പെട്ടിരിക്കുക. നമ്മൾ നോക്കണ്ടായിരുന്നു, അവരായി അവരുടെ പാടായി. സോ ഉത്തരം എ ലൂസി ശരിയാണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ അശോക, നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നീണ്ടു പോണു. ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം എനിക്ക് ഇനി മറ്റേ നമ്മുടെ ഫോറിൻ ജയിലിന്റെ കഥകളൊക്കെ അറിയാനുണ്ട്. സോ എന്തായാലും വീണ്ടും നാളെ രാത്രി 8:30 മണിക്ക് കാണാം. ടിൽ ദെൻ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഭാര്യ എന്താണ് പേര്? ശ്രീജ. ശ്രീജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ചിത്രമാണ് അമരം. അതിനകത്തെ കുറെ സീനുകൾ അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, മറ്റേ കടലിന്റെ സൈഡില് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവിടെ വിചാരിച്ചു. ജയിലിൽ കിടന്നിട്ടുണ്ടല്ലേ? ഞങ്ങളുടെ ചാവിയിട്ട് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അതിനകത്തിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് ഒരു 6 അടി പൊക്കമുള്ള 2-3 അറബികൾ വന്ന് അവരുടെ റൂം തുറന്നിട്ട് പതുക്കെ ഞങ്ങളെ തോൾച്ചട്ടി ഭാഷയെ പറഞ്ഞ അറഹ്യത്തിമയ്യല്ല സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഒരു സെല്ലിനകത്ത്. അപ്പോൾ കുറേ സെല്ല് അങ്ങനെ അവിടെ കയറ്റിൻ്റെ പ്രധാന അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണാമം സിനിമയുടെ സംഭവം. പ്രണാമത്തിൽ ഞാൻ ഡ്രഗ്സ് മറ്റേ ഇഞ്ചക്ട് ചെയ്യുന്നത്, ഇത് വലിക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ കാണിച്ച് അവിടുത്തെ ആ ഒരു ചെയ്ത പണിയത്. അശോകനൊരു പുലിയാണ്.